നാം ജീവിക്കുന്നത് സത്യാന്തര സമൂഹത്തിലാണ്. മാധ്യമങ്ങൾ തിരഞ്ഞെടുത്ത് പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്കും യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത ആഖ്യാനങ്ങൾക്കും ജനങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. യുക്തിഭദ്രമായ നിയമവാഴ്ചയെയും രാഷ്ട്രീയ ഭരണത്തെയും അട്ടിമറിക്കാനുള്ള മാധ്യമ പരീക്ഷണങ്ങൾക്കാണ് കഴിഞ്ഞ 4-5 മാസമായി കേരളം സാക്ഷിയാകുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനവിധി സമ്മർദ്ദങ്ങളെ നിർമ്മിക്കാനും വ്യാജ അവബോധം സൃഷ്ടിക്കാനുമുള്ള മാധ്യമ ശ്രമങ്ങളെയാണ് അട്ടിമറിച്ചത്. വലതുപക്ഷവും പ്രതിപക്ഷവും മതതീവ്രവാദ ശക്തികൾക്കുമൊപ്പം മാധ്യമധർമ്മം മറികടന്നുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളും ഭരണകൂടത്തിനെതിരെയുള്ള വികാരം പടച്ചുവിട്ടപ്പോഴും ജനങ്ങൾ തങ്ങളെ ചേർത്തു നിർത്തിയ ഈ സർക്കാരിനൊപ്പം നിന്നു. ഭരണ തുടർച്ചയാണ് ജനം ആഗ്രഹിക്കുന്നത് എന്നത് ഈ ജനവിധിയിൽ സുവ്യക്തം. ജനവിധി സർക്കാരിന് അനുകൂലമായതോടെ സ്വർണ്ണക്കടത്തിലും സ്പ്രിംഗ്ലറിലും വടക്കാഞ്ചേരിയിലെ ലൈഫിലും കിഫ്ബിയിലും കെ ഫോണിലും സർക്കാർ നടത്തിയെന്ന് ഇത്രയും നാൾ ആരോപിച്ചു വന്ന തട്ടിപ്പും വെട്ടിപ്പും മഹാരാഷ്ട്രയിലുള്ള CPM മന്ത്രിമാരുടെ ബിനാമി ഇടപാടുകളുടെ തെളിവുകളുമെല്ലാം മാധ്യമങ്ങളും കൈവിട്ടിരിക്കുന്നു. മാത്രമല്ല കെ സുരേന്ദ്രന്റെയും ചെന്നിത്തലയുടെയും സർക്കാരിനെതിരെയുള്ള എക്സ്ക്ലൂസീവ് വാർത്താ സമ്മേളനമൊന്നും ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇപ്പോൾ കാര്യമായിട്ട് ഏൽക്കുന്നില്ല. ജനാഭിപ്രായ രൂപീകരണത്തിനു വേണ്ടിയുള്ള മാധ്യമ ആഖ്യാനങ്ങളെ ജനങ്ങൾ എത്ര വില കൽപ്പിക്കുന്നു എന്നത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. നിയമവാഴ്ചയും ജനകീയ ഭരണവും എങ്ങനെ അട്ടിമറിക്കാമെന്ന് ചിന്തിച്ചവർക്കാണ് പ്രഹരമേറ്റത്. സാക്ഷര കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെ വില കുറച്ചു കാണുന്നവരോട് T21 പറയാനുള്ളത്, സംഘപരിവാറിന്റെ അച്ചാരം പറ്റി ജനങ്ങളുടെ ബോധത്തെയും ബോധ്യത്തെയും വിലക്കി വാങ്ങാമെന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ഇപ്പോഴും മൂഢസ്വർഗത്തിൽ തന്നെയാണ്.